ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്ന യൂണിറ്റ് ഡിസ്കസ് ചെയ്തതാണല്ലേ. ഇനി നമുക്കതിലെ ആക്ടിവിറ്റീസ് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1. The little blue engine helped the little train reach the other side of the mountain. Have you ever helped someone in trouble? Write a short paragraph about your experience. ഈ ഒരു സ്റ്റോറിയിൽ ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചത് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ആണല്ലേ. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. ഇനി അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യെസ്, ഐ ഹാവ് ഹെൽപ്ഡ് സമ്മൺ ഇൻ ട്രബിൾ. അതെ, ഒരിക്കൽ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ഒരാളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. വൺ ഡേ മൈ ഫ്രണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് ഹെർ ലഞ്ച് അറ്റ് സ്കൂൾ. ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുവരാൻ മറന്നു. ഷി വാസ് വെരി സാഡ്. അവൾക്ക് വളരെ സങ്കടമായി. ഷി വാസ് ക്രൈയിങ് ആൻഡ് ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. അവൾ കരയാൻ തുടങ്ങി. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് അറിയുന്നില്ല. ഐ ഫെൽറ്റ് സാഡ് ടു വെൻ ഐ സോ ഹെർ ക്രൈയിങ്. അവൾ കരയുന്നത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി. ഐ ടോൾഡ് ഹെർ, ഡോണ്ട് വറി, ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ ലഞ്ച്. അത് കണ്ട ഞാൻ അവളോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എൻ്റെ ലഞ്ചിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം. ഷി വാസ് വെരി ഹാപ്പി വെൻ ഐ സെഡ് ദാറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. ഐ ഗേവ് ഹെർ ഹാഫ് ഓഫ് മൈ ലഞ്ച് അറ്റ് നൂൺ. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പകുതി അവൾക്ക് നൽകി. ഇതുപോലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനി തിങ്സ്. ലിസ്റ്റ് ദം ബിലോ. ആ ഒരു ലിറ്റിൽ ട്രെയിൻ കുറേ അധികം സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അവ എന്തൊക്കെയായിരുന്നു? അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് എഴുതാം. അതിൽ 2 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ. തിങ്സ് ടു പ്ലേ വിത്ത്, കളിക്കാനുള്ള സാധനങ്ങൾ. ഈ ഒരു 2 പാർട്ടായിട്ട് വേണം നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് എഴുതാൻ. അതിലാദ്യം ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഗ് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ബനാനാസ്, ഫ്രഷ് കോട്ട് മിൽക്ക് ആൻഡ് ലോലിപോപ്സ്. ഇത്രയും ഐറ്റംസ് ആണ് ഫുഡ് ഐറ്റംസിൽ വരുന്നത്. നെക്സ്റ്റ് പ്ലേ തിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ടെഡി ബിയേഴ്സ്, ഡോൾ വിത്ത് യെല്ലോ ഹെയർസ്, ഡോൾസ് വിത്ത് ബ്രൗൺ ഹെയർ, ടോയ് ട്രങ്ക്സ്, എയർപ്ലെയിൻസ്, ബോട്ട്സ് ആൻഡ് പിക്ചർ ബുക്സ്. ഇത്രയും പ്ലേ തിങ്സ് ആണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റോറിയിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ലിറ്റിൽ ട്രെയിൻ ക്യാരി ചെയ്ത് പോകുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടുകാർ വായിച്ചു നോക്കി എഴുതണേ. ആക്ടിവിറ്റി 3. ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ് ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ്ക് ദെൻ? നമ്മുടെ ലിറ്റിൽ ട്രെയിൻ വഴിയിൽ സ്റ്റക്കായി നിന്നപ്പോൾ അവൾ ഒരുപാട് ശ്രമിച്ചല്ലേ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി. എത്ര ശ്രമിച്ചിട്ടും അവളുടെ വീൽസ് തിരിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ സഹായിക്കാൻ വേണ്ടി ആ കാഴ്സിലുണ്ടായിരുന്ന ക്ലൗണും ആനിമൽസൊക്കെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ലിറ്റിൽ ട്രെയിനിനെ നന്നായി പുഷ് ചെയ്തു. പക്ഷെ എന്താണ്, എങ്ങനെ ചെയ്തിട്ടും ആ ഒരു ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ലിറ്റിൽ ട്രെയിനിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ ആ ഒരു ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. എനിക്ക് എന്ത് പറ്റി? എൻ്റെ വീൽസ് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ചലിക്കാത്തത്? ഇനി ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ആ കുട്ടികൾക്കുള്ള ടോയ്സും ഫ്രൂട്ട്സൊക്കെ എങ്ങനെ ലഭിക്കും? ഇത്തരം ചിന്തകളായിരിക്കും ഒരു പക്ഷേ ലിറ്റിൽ ട്രെയിനിൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. ഇനി നമുക്ക് അത് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഓ നോ, വാട്ട്സ് റോങ് വിത്ത് മീ? ഓ ഇല്ല, എനിക്ക് എന്താണ് പറ്റിയത്? ഐ എം അണേബിൾ ടു മൂവ്. എനിക്ക് ഇവിടെ നിന്നും ചലിക്കാൻ സാധിക്കുന്നില്ല. വാട്ട് അബൌട്ട് മൈ വീൽസ്? എൻ്റെ ചക്രങ്ങൾക്ക് എന്താണ് പറ്റിയത്? ദ ചിൽഡ്രൻ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ. കുട്ടികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ദേ വിൽ ബി വറിഡ് ഇഫ് ദേ ഡോണ്ട് സീ മീ. അവർ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ വിഷമിക്കും. ഐ വാണ്ട് ടു മേക്ക് ദം ഹാപ്പി ബട്ട് ഐ കാൺറ്റ് മൂവ് ഫോർവേഡ്. എനിക്ക് അവരെ സന്തോഷിപ്പിക്കണം, പക്ഷെ എനിക്ക് ഇവിടെ നിന്നും പോവാൻ കഴിയുന്നില്ല. വാട്ട് ക്യാൻ ഐ ഡു നൗ? ഇനി ഞാൻ എന്താണ് ചെയ്യുക? വിൽ സമ്മൺ കം ആൻഡ് ഹെൽപ്പ് മീ? ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കുമോ? ഇത്തരം ചിന്തകളായിരിക്കും അല്ലേ കൂട്ടുകാരെ ലിറ്റിൽ ട്രെയിനിൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4.
ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂഡ് ദ ജേണി. അങ്ങനെ ലിറ്റിൽ ട്രെയിനിനെ ഒരു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വന്ന് ഹെൽപ്പ് ചെയ്തു. അത് കാരണം അവൾക്ക് ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു. ഓൺ ദി വേ ദ ലിറ്റിൽ ട്രെയിൻ ഹാപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ലിറ്റിൽ ട്രെയിൻ ഷൈനി ന്യൂ എഞ്ചിനെ കാണാൻ ഇടയായി. ഷി വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ലിറ്റിൽ ട്രെയിൻ. ആ ഒരു ഷൈനി ന്യൂ എഞ്ചിൻ ലിറ്റിൽ ട്രെയിനിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. വാട്ട് കുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ഷൈനി ന്യൂ എഞ്ചിൻ. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ലിറ്റിൽ ട്രെയിനും ഷൈനി ന്യൂ എഞ്ചിനും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും കൂട്ടുകാരെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക? എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഷൈനി ന്യൂ എഞ്ചിനും ലിറ്റിൽ ട്രെയിനും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന് നോക്കാം. ഷൈനി ന്യൂ എഞ്ചിൻ: ഹേ, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ? ഷൈനി ന്യൂ എഞ്ചിൻ ലിറ്റിൽ ട്രെയിനിനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? നീ എങ്ങനെ ഇവിടെ എത്തി? ലിറ്റിൽ ട്രെയിൻ: എ ലിറ്റിൽ ട്രെയിൻ കം ആൻഡ് ഹെൽപ്പ് മീ. ഒരു ചെറിയ ട്രെയിൻ വന്നിട്ട് എന്നെ രക്ഷിച്ചു അല്ലെങ്കിൽ എന്നെ സഹായിച്ചു. ഷൈനി ന്യൂ എഞ്ചിൻ: വിച്ച് ലിറ്റിൽ ട്രെയിൻ? വാട്ട്സ് ഹിസ് നെയിം? ഏത് ലിറ്റിൽ ട്രെയിൻ? എന്താണ് അവൻ്റെ പേര്? ലിറ്റിൽ ട്രെയിൻ: ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. അപ്പോൾ എന്താണ് ലിറ്റിൽ ട്രെയിൻ പറഞ്ഞത്? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്നുള്ള പേരുള്ള ഒരു ട്രെയിനാണ് എന്നെ രക്ഷിച്ചത്. ഷൈനി ന്യൂ എഞ്ചിൻ: വാട്ട്? എന്ത്? ഷീ ഈസ് എ വെരി സ്മോൾ ട്രെയിൻ. അവൾ വളരെ ചെറിയ ട്രെയിനല്ലേ? ഹൗ ഡിഡ് ഹി മാനേജ് ടു ഗെറ്റ് യു അപ്പ് ദി മൗണ്ടൻ? അവൾക്ക് എങ്ങനെ നിന്നെ ആ ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു? അത് കേട്ട ലിറ്റിൽ ട്രെയിൻ എന്താ പറഞ്ഞത് നോക്കൂ. അറ്റ് ഫസ്റ്റ് ഷി തോട്ട് ഷി കുഡ് നോട്ട് ഡു ഇറ്റ്. ആദ്യം അവൾ വിചാരിച്ചു അവൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന്. ബട്ട് ഷീ പുൾഡ് മീ വിത്ത് ഓൾ ഹെർ മൈറ്റ്. പക്ഷെ അവൾ അവളുടെ എല്ലാ ശക്തിയും എടുത്ത് എന്നെ പുൾ ചെയ്തു. ഷൈനി ന്യൂ എഞ്ചിൻ: റിയലി? ഷി പുൾഡ് യു? ഐ കാൺ ബിലീവ് ഇറ്റ്. ശരിക്കും അവൾ നിന്നെ പുൾ ചെയ്തോ? വലിച്ചു തന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലിറ്റിൽ ട്രെയിൻ: ഷീ ഈസ് വെരി ലവിങ് ആൻഡ് കൈൻഡ് പേഴ്സൺ. അവൾ വളരെ സ്നേഹമുള്ളവളും ദയാലുവുമാണ്. ഷൈനി ന്യൂ എഞ്ചിൻ: എനിവേ, നൈസ് ടു മീറ്റ് യു. എന്തായാലും നിന്നെ കണ്ടതിൽ സന്തോഷം. ലിറ്റിൽ ട്രെയിൻ: ഓക്കെ, ബൈ, സീ യു ലെറ്റർ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കോൺവെർസേഷനാണ്. വേണമെങ്കിൽ ഇതിനോടുകൂടി കുറച്ചുകൂടി ഡയലോഗ്സ് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് വിപുലീകരിച്ച് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 6. ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സേസ് ഐ തിങ്ക് ഐ ക്യാൻ. ഈ ഒരു സ്റ്റോറിയിൽ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയുന്നുണ്ടല്ലേ, ഐ തിങ്ക് ഐ ക്യാൻ, അതായത് ഞാൻ വിചാരിക്കുന്നു, എനിക്ക് കഴിയും. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ദേ ക്യാൻ ഡു വാട്ട് ദേ സീ ഇൻ ദി പിക്ചേഴ്സ് ഗിവൺ. റൈറ്റ് ഡൗൺ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ പോസിബിൾ റെസ്പോൺസസ്. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നോക്കി ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുകയും കഴിയുമെങ്കിൽ കഴിയുമെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും എന്ന രീതിയിൽ ആൻസർ നൽകണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് നോക്കാം. അതിനു മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത് നോക്കൂ. സ്വിമ്മിങ്, പ്ലേ ഫുട്ബോൾ, ഡാൻസിങ്, സിംഗിങ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്യാൻ യു സ്വിം? നിനക്ക് നീന്താൻ അറിയുമോ? അപ്പോൾ അതിൽ വരുന്ന പോസിബിൾ റെസ്പോൺസസ് എന്തൊക്കെയാണ് നോക്കൂ. യെസ് ഐ ക്യാൻ, ഒന്നില്ലെങ്കിൽ അതെ എനിക്ക് കഴിയും, അല്ലെങ്കിൽ നോ ഐ കാൺ, ഇല്ല എനിക്ക് കഴിയില്ല. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കഴിയുന്നത് അതാണ് അവിടെ ശരി ഉത്തരമായി വരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻ യു പ്ലേ ഫുട്ബോൾ? നിനക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ, അതെ എനിക്ക് കഴിയും. ഇനി ഇവിടെ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അവിടെ നോ ഐ കാണ്ട് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഡാൻസ്? നിനക്ക് ഡാൻസ് കളിക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ, അതെ എനിക്ക് കഴിയും. ക്യാൻ യു സിംഗ്? നിനക്ക് പാടാൻ അറിയുമോ? നോ ഐ കാണ്ട്, ഇല്ല എനിക്ക് കഴിയില്ല. ക്യാൻ യു റീഡ്? നിനക്ക് വായിക്കാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ, അതെ എനിക്ക് കഴിയും. ക്യാൻ യു റൈറ്റ്? നിനക്ക് എഴുതാൻ അറിയുമോ? യെസ് ഐ ക്യാൻ, അതെ എനിക്ക് കഴിയും. അപ്പോൾ ഇവിടെ പോസിബിൾ റെസ്പോൺസസിൽ നിങ്ങൾ കണ്ടെത്തിയ ആൻസർ എന്താണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ആക്ടിവിറ്റി 7. ഷോൾ വി എനാക്ട് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്. ഈ ഒരു സ്റ്റോറിയെ നിങ്ങൾക്ക് നാടകമാക്കി അവതരിപ്പിച്ചുകൂടെ? ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദി സ്കിറ്റ്.
ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു. അതായത് ആ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ട ചില ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ദി സ്റ്റോറി? ഈ ഒരു സ്റ്റോറിയിലെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? വേർ ഡു ദ ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ്? ആ ഒരു സംഭവങ്ങളൊക്കെ എവിടെ, ഏത് സ്ഥലത്താണ് നടന്നത്? ഹൂ ആർ ദ ക്യാരക്ടേഴ്സ്? ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? വാട്ട് ഡു ദേ സേ? അവർ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു സ്റ്റോറിയെ സ്കിറ്റാക്കി അവതരിപ്പിക്കാം. റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു ബോക്സിൽ എഴുതണം. നോക്കൂ, ആ ഒരു സ്റ്റോറിയിലെ ഇവൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അതിലത്തെ സംഭവങ്ങൾ, അതുപോലെ ക്യാരക്ടേഴ്സ്, അതിലത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഡയലോഗ്സ്, ആ ഒരു ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സ്, സംഭാഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ബോക്സിൽ എഴുതണം. അത് പക്ഷേ ഈ ഒരു ബോക്സിൽ എഴുതാൻ തികയില്ല. അപ്പോൾ നമുക്കതൊരു സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കൂ. The little train is on its way to deliver toys and food to children on the other side of the mountain. അതായത് മലയുടെ അപ്പുറമുള്ള കുട്ടികൾക്ക് ടോയ്സും ഫുഡും കൊടുക്കാൻ വേണ്ടി ലിറ്റിൽ ട്രെയിൻ പോവുകയാണ്. The little train stops unexpectedly and cannot move. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ഒരു ലിറ്റിൽ ട്രെയിൻ അവിടെ നിന്നുപോയി. The toy animals and dolls try to push the train but fail. അപ്പോൾ ആ ഒരു ട്രെയിനിലുണ്ടായിരുന്ന ടോയ് ആനിമൽസും ഡോൾസും ട്രെയിനിനെ വലിക്കാൻ തുടങ്ങി. പക്ഷെ എന്താണ്, അതവിടെ പരാജയപ്പെട്ടു. ദ ഷൈനി ന്യൂ എഞ്ചിൻ ആൻഡ് ബിഗ് സ്ട്രോങ് എഞ്ചിൻ റെഫ്യൂസസ് ടു ഹെൽപ്പ്. ഷൈനി ന്യൂ എഞ്ചിനും ബിഗ് സ്ട്രോങ് എഞ്ചിനും ആ ഒരു ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ നിന്നും നിരസിച്ചു. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അറൈവ്സ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ വരുന്നു. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്സ് ദ ലിറ്റിൽ ട്രെയിൻ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചു. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പുൾസ് ദ ലിറ്റിൽ ട്രെയിൻ ഓവർ ദി മൗണ്ടൻ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഒരു ലിറ്റിൽ ട്രെയിനിനെ മലമുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ദ ടോയ്സ് ആൻഡ് ഡോൾസ് എക്സ്പ്രസ് ദെയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. അങ്ങനെ ആ ഒരു ലിറ്റിൽ ട്രെയിനിലുണ്ടായിരുന്ന, ലിറ്റിൽ എഞ്ചിനിലുണ്ടായിരുന്ന ടോയ്സും ഡോൾസും എല്ലാം ബ്ലൂ എഞ്ചിനോട് നന്ദി പറഞ്ഞു. ഇനി ഈ ഒരു സ്റ്റോറിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് മക്കളെ നോക്കൂ. ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ കഥാപാത്രങ്ങൾ. ദി ലിറ്റിൽ ട്രെയിൻ, ടോയ് അനിമൽസ് ആൻഡ് ഡോൾസ്, ദ ഷൈനി ന്യൂ എഞ്ചിൻ, ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ, ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ഡയലോഗ്സ്, കുറച്ച് ഡയലോഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട്സ് റോങ്? വൈ കാൺ ഐ മൂവ്? എന്താണ് സംഭവിച്ചത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും ചലിക്കാൻ കഴിയാത്തത്? വി ക്യാൻ ഹെൽപ്പ്. ഞങ്ങൾ സഹായിക്കാം. മേ ബി ദിസ് വൺ വിൽ ഹെൽപ്പ് അസ്. ഒരു പക്ഷേ ആ ഒന്നിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ക്യാൻ യു പുൾ അസ് ഓവർ ദി മൗണ്ടൻ? നിനക്ക് ഞങ്ങളെ ആ മലമുകളിലേക്ക് വലിച്ചു കയറ്റാൻ കഴിയുമോ? ഹൗ ഡർ യു ആസ്ക് മീ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇത് ചോദിക്കാൻ? ക്യാൻ ഐ ഹെൽപ്പ്? ഞാൻ നിങ്ങളെ സഹായിക്കണോ? ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ വിചാരിക്കുന്നു എനിക്ക് കഴിയും. ഞാൻ വിചാരിക്കുന്നു എനിക്ക് കഴിയും. താങ്ക് യു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്താ പറഞ്ഞത്? താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു സ്കിറ്റ് തയ്യാറാക്കാൻ വേണ്ട ഇവൻറ്റ്സ്, അതുപോലെ ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ക്ലാസ്സിലൊരു സ്കിറ്റ് തയ്യാറാക്കി നന്നായി അവതരിപ്പിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്